ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായില്ലേ നമ്മളിങ്ങനെ ഡയറക്റ്റ് കണ്ടൊക്കെ സംസാരിച്ചിട്ട്. അപ്പം ഇന്നൊരു Q&A വീഡിയോ ആണ് കേട്ടോ. കുറേ കാലമായി വിചാരിക്കുന്ന ഒരു Q&A ചെയ്യണമെന്ന്. അപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരു 10-20 എണ്ണമൊക്കെ. അപ്പം നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടിയുടെ വോയിസ് ഓവർ വളരെ മനോഹരമാണ്, ഞാനല്ലാതെ മറ്റാരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഉണ്ട്, ലൈവില് വന്നിരിക്കുമ്പോൾ കുറച്ച് പേര് പറയാറുണ്ട് വോയിസ് ഓവർ നല്ലതാണ്, വോയിസ് നല്ലതാണെന്നൊക്കെ. പിന്നെ ഫസ്റ്റ് എന്നെ പറഞ്ഞത് എൻ്റെ മറ്റൊരു ഫ്രണ്ടാട്ടോ. ആള് യൂട്യൂബിലുള്ള ആൾ തന്നെയാണ്. ആളാണ് ആദ്യം പറഞ്ഞത് നിന്റെ വോയിസ് കേൾക്കാനാണ് കാണുന്നത്, വോയിസ് ഓവർ ആണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 2-3 പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂട്യൂബിൽ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടന്റ് ക്രിയേറ്റർ ആരാണ്? അങ്ങനെ ചോദിച്ചാൽ കുറെ പേരുണ്ടാകും. ശരണ്യ ബ്യൂട്ടി വ്ലോഗ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആളുടെ നാടും പരിസരവും സംസാരവും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ വീഡിയോ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കാണാനായിട്ട്. അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബബി, നീതൂസ് ക്രിയേഷൻസ്, പൊന്നു എന്ന മനു, അവരൊക്കെ റിസ്ക് എടുത്തിട്ട് ഓരോ വീഡിയോസും ചെയ്യുന്നതെന്ന് അറിയാമോ? അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോസൊക്കെ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ചേച്ചിയുടെ ഒരു ഫാമിലി വ്ളോഗ് ചെയ്യാമോ? ഫാമിലി വ്ളോഗ് ആടാ ഞാൻ ചെയ്യുന്ന മിക്കതും ഫാമിലി വ്ളോഗ് തന്നെയാണ്. ഡേ ഇൻ മൈ ലൈഫ് ഒക്കെയാണ് ചെയ്യാറ്. അടുത്ത് തന്നെ വേറെ ഒന്നും കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ഹെയർ ലെങ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാറ്, ടിപ്സ് എന്തെങ്കിലും പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹെയർ ലെങ്ത് ഞാൻ സത്യം പറഞ്ഞ മുടി വെട്ടൽ വളരെ കുറവാണ്. എൻ്റെ അമ്മയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം മുടി വെട്ടല്. അപ്പം അതുകൊണ്ട് ഞാൻ പണ്ടേ മുതൽ മുടി അങ്ങനെ വെട്ടലും ഭയങ്കര കുറവാണ്. വല്ലപ്പോഴൊക്കെ തുമ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നല്ലാണ്ട് മുടി വെട്ടാറേ ഇല്ല കേട്ടോ. പിന്നെ ഈ അടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് വേറെ നല്ല ഒത്തിരി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എനിക്കത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ പോയി, അത് നോർമലാണല്ലോ ഡെലിവറി കഴിയുമ്പോൾ പോകാൻ തുടങ്ങുന്നത്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ സ്റ്റീലിൻ്റെ കോമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റീലിൻ്റെ കോമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം മുടിയിൽ കായൊക്കെ ഉണ്ടായിരുന്നു, കായയും ഈരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ കോമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് യൂസ് ചെയ്തിട്ട് കുറേ മുടി കൊഴിഞ്ഞു പോയി. അത് അപ്പോൾ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ ഒരുപാട് കൊഴിഞ്ഞു പോയി. സാനുവിൻ്റെയും പോയി ഒരു പ്രാവശ്യം ഇതുപോലെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ കോമ്പ് യൂസ് ചെയ്തിട്ടാണെന്ന്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മുടി പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളു ഭയങ്കര കുറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചധികം കയറ്റി വെട്ടി ഈ പ്രാവശ്യം. അല്ലാതെ ഞാൻ മുടി കട്ട് ചെയ്യാറേ ഇല്ല. തുമ്പ് ജസ്റ്റ് ഇടയ്ക്കൊന്ന് കുറച്ച് മാത്രം വെട്ടി കൊടുക്കുന്നുള്ളൂ. പിന്നെ ടിപ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ താളിയൊക്കെ തേക്കുന്നത് നല്ലതാണ്, അലോവേര നല്ലതാണ്, ഉലുവ നല്ലതാണ്. പിന്നെ ഞാനിടയ്ക്ക് നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമ്പൂ വെള്ളം, അതൊക്കെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പക്ഷെ ഇപ്പം ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ തണുപ്പ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾഡ് വരും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിലവിലൊന്നും ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല. വേറെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല, അലർജി ഉള്ളതുകൊണ്ട് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് കാര്യം. ഒരു പ്രായം വരെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മുടി വളരും. അത് കഴിഞ്ഞ് അങ്ങോട്ട് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അങ്ങനെയൊക്കെയാണ്, വെട്ടാറില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഞാൻ ആകെ എൻ്റെ ഓർമ്മയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് പുറത്ത് പോയി ഹെയർ കട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് എൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ ഒക്കെയാണ് ഹെയർ കട്ട് ചെയ്ത് തരാറ്. പിന്നെ പൊക്കമുള്ളവരെ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തീളം വെക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ്. പൊക്കം ഇപ്പം ഹസ്ബൻഡിനായാലും ചേച്ചിയുടെ ഹസ്ബൻഡിനൊക്കെ ആയാലും ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം. അവരൊക്കെ വിട്ടുതരുമ്പോൾ ഇത് വളരാറുണ്ട്. അത്ര. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, യൂട്യൂബ് തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക, ചില നേരത്തെ വിഷമം തോന്നും. ഈശ്വര, ഇത്രയും കാലമായിട്ടും നമ്മൾ മോണിറ്റൈസേഷനോ ഒന്നും ആയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ തോന്നും, ഇപ്പം ഞാൻ ഇടയ്ക്ക് ഹസ്ബൻഡിനോട് പറയും ഇതുവരെ ഒന്നും ആയില്ല എന്നൊക്കെ പറയുമ്പോൾ ആള് പറയും നമ്മൾ പതുക്കെ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതിനാണ് അതിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുള്ളൂ എന്ന്. അത് ശരിയാണ്. നമ്മൾ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ പെട്ടെന്ന് വൈറലാവാനും മോണിറ്റൈസേഷൻ ആവാനും ഒന്നും. അപ്പോൾ ചില നേരത്തെ വിഷമം തോന്നും. കാരണം ഇപ്പോൾ ഒരു 7-8 മാസമൊക്കെ ആയി നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് ഈ ഫീൽഡ്. പണ്ടേ മുതലേ ടിക്ടോക്ക് ഉള്ള കാലം മുതലേ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു.
അപ്പൊ എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരു കാര്യം ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. യൂട്യൂബ് സത്യം പറഞ്ഞ ഇപ്പൊ ജീവിതത്തിൽ തന്നെ ഒരു ഭാഗമായിട്ട് തീർന്നു. കാരണം ഇപ്പൊ ഈ 8 മാസമായിട്ടും എല്ലാ ദിവസവും ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒറ്റ ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ലെങ്തി വീഡിയോസ് അല്ലാണ്ട് ഷോർട്സ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം എങ്ങാനും നമുക്ക് ഇപ്പൊ ഷോർട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമാണ്. അയ്യോ ഇന്ന് ഇട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് എന്താ ഇടാ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയാണ്. അപ്പോൾ ചില നേരത്തെ വിഷമം തോന്നും. പിന്നെ എന്നായാലും സത്യം പറഞ്ഞാൽ ഉറച്ച് വിശ്വസിക്കണത് ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് ദൈവം എന്തെങ്കിലും ഒരു ദിവസം അതിന്റെ വില തരാതിരിക്കില്ല. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഒക്കെ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ് എക്സ്പീരിയൻസ്. പിന്നെ വേറൊരു നെഗറ്റീവ് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഇപ്പൊ എന്തെങ്കിലും യൂട്യൂബിൽ ഇഷ്യൂ വന്നാൽ നമുക്ക് ഒരാളോട് ചോദിക്കാനില്ല. നമുക്ക് ഇങ്ങനെ ചാനലിൽ ഇങ്ങനെയൊക്കെ ആയി, നമ്മൾ എന്താ ചെയ്യാന്ന് നമുക്ക് ഒരാളുടെ അടുത്ത് ചോദിക്കാനൊരു ഇതില്ല. കാരണം എല്ലാവരും ഈ ഫീൽഡിൽ പുതിയതാണല്ലോ, അപ്പൊ ആർക്കും അങ്ങനെ അറിയില്ല. പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ എഡിറ്റ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒന്നും വെച്ചാൽ ഒന്നും, എന്തോ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്തങ്ങ് എടുത്ത് ചാനൽ തുടങ്ങിയെന്നല്ലാണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പോലും ഇപ്പൊ ആദ്യമൊക്കെ കോപ്പിറൈറ്റ് ഒക്കെ വന്ന സമയത്ത് ഇതേപോലെ എന്താണ് അതിന്റെ റീസൺ എന്ന് എവിടെ നോക്കി കണ്ടുപിടിക്കുന്നതെന്ന് പോലും അറിയില്ല. നമുക്ക് ഒരാളോട് ചോദിക്കാനില്ല. യൂട്യൂബിൽ തന്നെ നോക്കി സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അത് പരിഹരിക്കാൻ നമ്മൾ നോക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഒരാളുടെ അടുത്ത് ചോദിച്ചറിയാനില്ല. അത് മാത്രം ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ ചോദിക്കാലോ എങ്ങനെയാണെന്ന്. പക്ഷെ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല, എല്ലാവരും ഈ ഫീൽഡിൽ പുതിയതായതുകൊണ്ട്. പിന്നെ യൂട്യൂബിൽ തന്നെ അതുപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ചെയ്യാറ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആ ഒരു സ്റ്റോറി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ഇടാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവാൻ എന്താണ് ചെയ്യേണ്ടത്? യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവാനായിട്ട് ഒന്നെങ്കിൽ 1 ഇയറിനുള്ളിൽ നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നമ്മൾ 10 മില്യൺ വ്യൂസ് ഷോർട്സിന് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് മോണിറ്റൈസേഷൻ ആവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫേമസ് ആയൊരു യൂട്യൂബർ ആരാണ്? കിങ്ങിണി ഇഷ്ടമാണ്. ഗായത്രി കിങ്ങിണിയുടെ വീഡിയോസ് ഇഷ്ടമാണ്. ഭയങ്കര കോമഡി ഉള്ളോ. ഈ പ്രായത്തിൽ സത്യം പറഞ്ഞാൽ ഗേൾസ് ഒന്നും അധികം കോമഡി അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് പിള്ളേർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ 3 പേരുടെ ഒരുമിച്ചിരുന്നൊക്കെ കാണാറ്. സനു വന്ന് പറയുന്നുണ്ട് അമ്മ കിങ്ങിണി ചേച്ചിയുടെ വീഡിയോ വന്നിട്ടുണ്ട് കാണാമെന്നൊക്കെ പറയും. അടുത്തത്, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ചാനല് സത്യം പറഞ്ഞാൽ നമുക്ക് അത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. അതായത് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആർക്കും ഇതിലങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഈ കാണുന്ന 1 മിനിറ്റ് ഷോർട്സ് എടുക്കാൻ തന്നെ നമ്മൾ ഒരു അരമണിക്കൂറിൻ്റെ കഷ്ടപ്പാടുണ്ടാവും ശരിക്കും. എനിക്കിപ്പോൾ വലിയ ഇഷ്യൂ അല്ല. കാരണം ഞാൻ നേരത്തെയൊക്കെ എൻ്റെ വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്, എൻ്റേതായിട്ടുള്ള ഫാമിലി അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഡബ്മാഷ് അല്ലെങ്കിൽ റീൽസൊക്കെയാണ് ചെയ്യുന്നത്. അതെടുക്കാൻ സത്യം പറഞ്ഞാൽ അത്ര വലിയ സമയമൊന്നും വേണ്ട. കൂടിപ്പോയ 1 മണിക്കൂർ അത്രയൊക്കെ മതി. പക്ഷെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ടാവും. വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക. ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എത്ര പ്രാവശ്യം തെറ്റിയൊക്കെ പോകുമെന്ന് പറയുമ്പോൾ നമ്മളത് വീണ്ടും ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പം നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നിലനിന്ന് പോണത്. അത് ഇഷ്ടമല്ലാത്ത ഒരാൾക്കും ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ ക്ഷമ വേണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം തന്നെ മോണിറ്റൈസേഷനായി ഇപ്പം തന്നെ ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല. കിട്ടുന്നവരുണ്ട്, 3 മാസം കൊണ്ടൊക്കെ മോണിറ്റൈസേഷൻ ആവണവരൊക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ അത് കിട്ടണമെന്നില്ലല്ലോ. നമ്മളീ പറഞ്ഞ കൂട്ടി സെലിബ്രിറ്റി ഒന്നല്ലല്ലോ പെട്ടെന്ന് വൈറലാവാനൊന്നും. അപ്പം ഒരുപാട് എത്ര നാൾ വേണമെങ്കിലും ചിലപ്പോൾ എടുക്കാം നമുക്ക് മോണിറ്റൈസേഷൻ ആവാനൊക്കെ. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ചാനൽ നല്ല അടിപൊളിയായിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ.
ആസ് എ യൂട്യൂബർ ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞ് നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത് അപ്പോൾ തോന്നിയ സന്തോഷ നിമിഷം പറയാമോ? ഞാൻ ഒരു പ്രാവശ്യം ചേച്ചിയുടെ കുട്ടിയുടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ ടീച്ചർ എടുത്ത് ടീച്ചറിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ എൻ്റെ നെയ്ബറിൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണ് ആള്. ചേച്ചി ഓടി വന്നിട്ട് അങ്ങനെ സംസാരിച്ചു. ടീച്ചർ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിന്നവരൊക്കെ കാണിച്ചെടുത്തേ ഇതായിട്ട് ആ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് ഇതേപോലെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളങ്ങനെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അതാണ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറയാനുള്ളത്. ചേച്ചിയുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആരെങ്കിലും സഹായിക്കാറുണ്ടോന്നില്ല. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അടുത്തത്, യൂട്യൂബ് തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെയുള്ള അനുഭവങ്ങളിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം പറയാമോ? അത് 1000 സബ്സ്ക്രൈബർ ആയപ്പോഴായിരിക്കും. അതാണ് അതെ, 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ. പിന്നെ എന്താ പറയാ, ഏതെങ്കിലും വീഡിയോസ് 10K വ്യൂസ് പോകുമ്പോൾ 20K വ്യൂസ് പോകുമ്പോൾ അപ്പോൾ ഒക്കെയാണ് ഭയങ്കര സന്തോഷം തോന്നാറ്. ഏറ്റവും കൂടുതൽ 1K ആയപ്പോഴാണ്. അടുത്തത്, യൂട്യൂബിൽ പുതിയതായി വന്നിട്ട് ഒരു യൂട്യൂബ് സർക്കിൾ ഉണ്ടായോ? ഐ തിങ്ക് ഫ്രണ്ട്സ് ഫ്രം യൂട്യൂബ് ഉണ്ട്. എനിക്ക് 2-3 ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒരാളിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അത് ഏറ്റവും വലിയൊരു ആഗ്രഹമായി തോന്നിയിട്ടുണ്ട്. അടുത്തത്, എവിടെയാണ് വീട്, വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട് ആലുവയാണ്. ആലുവയിൽ ചെങ്ങമനാട് എന്ന ഗ്രാമത്തിലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ മദറുണ്ട്, ബ്രദറിലോ ഉണ്ട്. ഇത്ര പേരാണുള്ളത്. അടുത്തത്, വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ്? ഹസ്ബൻഡ്. സത്യം പറഞ്ഞ ആൾക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, ആയിരുന്നു, ഇപ്പല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഞാൻ വീഡിയോ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താണ് ഇത് ധൈര്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ട്രൈപോഡായാലും മൈക്കായാലും ഫോണായാലും എല്ലാം ഓൺ ദ സ്പോട്ടിൽ എനിക്ക് വാങ്ങിത്തന്ന്. പിന്നെ നേരത്തെയൊക്കെ കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പം ആൾക്ക് നേരമില്ല. പിന്നെ ഇപ്പം ഞാൻ കണ്ടന്റ് വീഡിയോസ് അല്ലല്ലോ ചെയ്യുന്ന, റീൽസൊക്കെ ആയതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിക്കാറില്ല. കണ്ടന്റ് പറഞ്ഞു തരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഫീൽഡായിട്ട് കൂടി എനിക്കതിന് ആഗ്രഹമുണ്ട്, എനിക്ക് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് അന്നാണ് ഈ ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് കൂടെ കട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഹസ്ബൻഡ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വരാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു ഫോട്ടോയ്ക്ക് പോലും നിന്ന് തരാത്ത ആള് ഇപ്പം എൻ്റെ കൂടെ വീഡിയോയിൽ നിൽക്കാൻ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞ് എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഹസ്ബൻഡ് തന്നെയാണ്. അടുത്തത്, യൂട്യൂബും വീട്ടുജോലിയും 2 പിള്ളേരും ഒരാൾ സ്കൂളിലും പോകുന്നു, എല്ലാം കൂടി ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നു? അതിപ്പോൾ എന്താ പറയാ, നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യം ചെയ്യാൻ ലോകം മൊത്തം ഇതിൽ നിന്നാലും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതേപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മറ്റൊന്നും അതിന് തടസ്സമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സാനു ഇപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് പകല് പിന്നെ ശിവ മാത്രമല്ലേ ഉള്ളൂ. ശിവനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾ ഉറങ്ങണ നേരത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം TV ഒക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെയാണ് പോരാറ്. പിന്നെ ഇടയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആൾ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വീണ്ടും ഡിലീറ്റ് ചെയ്യും, വീണ്ടും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതൽ ഞാൻ ആൾ ഉറങ്ങുമ്പോഴൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കാൻ നോക്കാറ് കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ പോകുന്നു. ഇപ്പോൾ ഞാൻ പറയില്ല, ഇപ്പം ഞാൻ റീൽസ് തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അത്ര വലിയ അധികം സമയമൊന്നും വേണ്ട. ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ തീർക്കാം. അപ്പം ആളെന്തെങ്കിലും കളിക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് TV ഒക്കെ വെച്ചെടുത്തിട്ട് അതൊക്കെ ചെയ്യും. കുഴപ്പമൊന്നുമില്ല. 2 പേരും കൂടി വീട്ടിലുള്ളപ്പോൾ നടക്കില്ല. 2 പേരും കൂടി ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റാറില്ല. പിന്നെ അടുത്തത്, യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയാലും അതിൽ നിന്നൊരു ഫണ്ട് കിട്ടിയാൽ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഇതുവരെ ചിന്തിച്ചിട്ടില്ല. മോണിറ്റൈസേഷൻ ആവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു ഇൻകം കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും ഇതുവരെ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അതിനൊക്കെ എന്തായാലും ഒത്തിരി സമയം എടുക്കുമല്ലോ. അടുത്തത്, യൂട്യൂബ് തുടങ്ങിയ ശേഷം കിട്ടിയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്?
നെഗറ്റീവ് ഇതുവരെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ആരും എന്നോട് ചാനൽ തുടങ്ങണ്ടായിരുന്നു, ഒരുപാട് യൂട്യൂബർമാർ പറയാനായിട്ടുണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോട് ഇതുവരെ ആരും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ചാനൽ ഉണ്ടെന്ന് പറയുമ്പോൾ നല്ല കാര്യം, ലിങ്ക് ഒന്ന് അയച്ചു തരും അങ്ങനെയൊക്കെ ചോദിക്കാറ്. അല്ലാതെ എനിക്കങ്ങനെ നെഗറ്റീവായിട്ട് ഇതുവരെ ഒന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളടുത്ത് ചോദിക്കാനില്ല, അതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പോസിറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴായാലും 1-2 പേരൊക്കെ തമാശക്കാണെങ്കിലും പറയും, യൂട്യൂബർ വന്നു, വ്ളോഗ് ഇടുന്നില്ലേ അങ്ങനെയൊക്കെ പറയും. പിന്നെ ചിലവർ ഇഷ്ടമാണ്, വ്ളോഗ് കാണാൻ ഇഷ്ടമാണ്, സംസാരം കേൾക്കാൻ ഇഷ്ടമാണ്, കാണാറുണ്ട് എന്നൊക്കെ കണ്ടു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയാം. മിക്കവരും കമൻറ്റ് അങ്ങനെ ഇടില്ല, കമൻറ്റ് ഇടാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒന്ന് പറയും നല്ലതാണ് കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ കാണാറുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 പെൺകുട്ടികളല്ലേ, അവരുടെ 2 പേരും തമ്മിലുള്ള ലവിങ് ആൻഡ് കെയറിങ് എങ്ങനെയാണ്, കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ടോന്ന്? കുറുമ്പ് കാണിക്കുന്നുണ്ട്. ലവിങ് ആൻഡ് കെയറിങ് വെച്ചാൽ 2 പേർക്കും പരസ്പരം ഇഷ്ടമാണ്. ഇപ്പം സാനി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ശിവ ചോദിക്കും, ചേച്ചി എപ്പോഴാണ് വന്നേ, ഇപ്പോൾ വരുമോ എന്നൊക്കെ ചോദിക്കും. സാനുവും അങ്ങനെ തന്നെ, ശിവനൊന്ന് കാണാണ്ടേ, ശിവ എന്ത് എന്നൊക്കെ ചോദിക്കും. ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, എപ്പോഴും ഒരുമിച്ച് ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങൾക്കാണ് ഇവിടെ പ്രശ്നം. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയായിരിക്കുമല്ലോ, ഒരാളെടുക്കുന്ന കളിപ്പാട്ടം അപ്പം തന്നെ അടുത്താൾക്ക് വേണ്ടി വരും. അങ്ങനെയുള്ള നിസ്സാര കുടുംബ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അടുത്തത്, അധികം പ്രായവ്യത്യാസമില്ലാത്ത 2 കുട്ടികൾ, 2 ആളും ഉണ്ടാക്കുന്ന വികൃതികൾ, അതിലേതെങ്കിലും ഏറ്റവും ടെൻഷനാക്കിയ ഒരു കാര്യം പറയാമോ? ശിവുവിനൊരു 6-7 മാസമുള്ള സമയത്ത്, സനു ഒന്ന് കുഞ്ഞിതാണല്ലോ, ഉള്ള സമയത്ത് ഇതേപോലെ അമ്മയുടെ റൂമിൽ ഞാൻ ശിവുവിനെ കിടത്തേക്കായിരുന്നു താഴത്ത്. സനു വേഗം ഓടിച്ചെന്ന് വാതിലങ്ങ് കുറ്റിയിട്ടു. ഇവിടെയാണെങ്കിൽ അന്ന് ആരുമില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡൊക്കെ പുറത്തു പോയേക്കായിരുന്നു. അപ്പം ഇതേപോലെ കുറേ നേരം മുട്ടി സനുവിൻ്റെ അടുത്ത് തുറക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ കൊച്ചിനറിയില്ല, കുറ്റി തുറക്കാനായിട്ടുള്ള ബോധമൊന്നും ഇല്ല, ചെറുതാണല്ലോ, 1.5 വയസ്സോ അത്ര കണ്ടൊക്കെ ഉള്ളൂ. കുറേ നേരം ഇതായി, സമയം പോയി, കുറേ നേരം ഇങ്ങനെ വിളിച്ചിരുന്നിട്ടും ഒരു രക്ഷയിലാന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ബാക്ക് വശത്ത് പോയി ജനാല തുറക്കാൻ നോക്കി. അപ്പം എല്ലാ ദിവസവും തുറന്നെത്തുന്ന ജനാല അന്ന് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ശിവു ആണെങ്കിൽ കരച്ചിലും തുടങ്ങി, കുറച്ചു നേരം കാണാണ്ടായപ്പോഴത്തേക്കും കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചിലാണ്. ശിവു കിടക്കണ പ്രായം, മലർന്ന് കിടക്കണ പ്രായമായിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ ജനാല പൊട്ടിച്ചു. ആദ്യം ഒരു കല്ലെന്തോ എടുത്തിട്ട് ജനാല പൊട്ടിച്ച്, കൈയൊക്കെ മുറിഞ്ഞ്, അപ്പോൾ ജനാല തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കമ്പെന്തെങ്കിലും ഇട്ടിട്ട് ഡോർ ഓപ്പൺ ചെയ്യാന്നുള്ളൊരു ഓർമ്മയിലാണ് അങ്ങനെ ചെയ്തത്. ചില്ലാണെങ്കിൽ കുറച്ച് ചില്ല് പുറത്തോട്ട് വീണു, കുറേ ചില്ലി അകത്തേക്കും. സനു അവിടെ നടക്കുന്നുണ്ടല്ലോ, അപ്പം അതും ഒരു ടെൻഷൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കമ്പൊക്കെ ഇട്ട് തുറക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ എന്താ ചെയ്യാ, ആകെ ടെൻഷനായി. കൊച്ചും കിടന്ന് കരയുന്നു, ഭയങ്കര കരച്ചിലായി ചെയ്യും. വേഗം ഒരു കോടാലി എടുത്തിട്ട് വന്നിട്ട്, ഞാനപ്പോൾ സത്യം പറഞ്ഞൊരു വിറക് പോലും ഇതുവരെ കോടാലി എടുത്ത് നോക്കിയിട്ടില്ലാത്ത ആളാണ്. വേഗം വന്ന് കോടാലിയൊക്കെ എടുത്ത് വാതിൽ ഞാൻ പൊളിച്ചു. വാതിൽ കൊത്തി വാതിൽ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് പോയി കൊച്ചിനെടുത്തു. അയ്യോ, അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പം അത് തന്നെയാണ്. പിന്നെ വന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.